ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ നമ്മൾ ബി ജെ പിയുടെ വിജയം സംഭവിച്ചു കഴിയുമ്പോൾ പൊതുവെ കേൾക്കുന്ന ആരോപണമാണ് EVM, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്തു എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ അതിനകത്ത് തിരിമറി നടത്തിയാണ് ഇവർ ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാക്കിയത്. ഒരു വിമർശനം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പലപ്പോഴും പ്രതിപക്ഷ നാവിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ അത് ഇക്കുറി നടക്കാൻ സാധ്യതയുണ്ടോ എന്നൊരു അന്വേഷണമാണ് ഞാൻ നടത്തിയത്. അപ്പോ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിച്ച് പറയുന്നുണ്ട് 15 സീറ്റുകൾ അവർ വിജയിക്കും. 30ഓളം സീറ്റുകളാണ് ലക്ഷ്യം. 15 സീറ്റുകളിൽ വിജയിക്കും. ഇക്കുറി വരാൻ പോകുന്നത് തൂക്ക് സഭയായിരിക്കും. അതായത് തൂക്കുന്ന സഭയല്ല, തൂക്ക് മന്ത്രിസഭ. അതായത് വ്യക്തമായ ഭൂരിപക്ഷം ഒരു മുന്നണിക്കും ലഭിക്കാതെ വരുന്ന ഒരവസ്ഥയാകും ഉണ്ടാകുക. BJPയുടെ പിന്തുണയോടുകൂടി മാത്രമേ ഭരണം സാധ്യമാവുകയുള്ളൂ എന്ന് അടിവരയിട്ട് പറയുകയാണ് BJP സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ. എന്നിട്ട് അവർ കുറെ മണ്ഡലങ്ങളും പറയുന്നുണ്ട്, ഇവിടെയൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട്, ഈ മണ്ഡലങ്ങൾക്ക് ഞങ്ങൾ ജയിക്കും എന്നും പറയുന്നുണ്ട് പല ആളുകളും. അപ്പൊ ഞാനിങ്ങനെ ഒന്ന് നിരീക്ഷിക്കുകയും ആ മണ്ഡലങ്ങൾ പഠിക്കുകയും ആ സ്ഥാനാർത്ഥികളെ ഒന്ന് അവലോകനം ചെയ്യുകയും ചെയ്യും. ശരിയാണ്, രാജീവ് ചന്ദ്രശേഖർജി പറയുന്നതനുസരിച്ച് ഈ മണ്ഡലങ്ങളിൽ നിൽക്കുന്ന, അത് ചുരുങ്ങിയത് 15 മണ്ഡലങ്ങളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരെടുക്കുക. നമുക്ക് കാസർഗോഡ് നിന്ന് തുടങ്ങാം. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ, അതുപോലെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, മലമ്പുഴയിൽ C കൃഷ്ണകുമാർ, പിന്നെ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, വട്ടിയൂർക്കാവ് R ശ്രീരേഖ, കഴക്കൂട്ടവും കാട്ടാക്കടയും നമുക്ക് തൽക്കാലം വിടാം. PK കൃഷ്ണദാസും അതുപോലെ തന്നെ V മുരളീധരനുമാണ് ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. അവർ തൽക്കാലം മാറ്റി നിർത്താം. പൂഞ്ഞാറിൽ PC ജോർജ് കോട്ടയത്ത്, കൊല്ലത്ത് രശ്മി കോൺഗ്രസ് വിട്ട് കൊട്ടാരക്കരയിൽ BJPയിലേക്ക് പോയ രശ്മി, അതുപോലെ തന്നെ ചാത്തന്നൂരിൽ BB ഗോപകുമാർ. അങ്ങനെ പല മണ്ഡലങ്ങളിലും, അതായത് 14 ജില്ലകൾ പരിശോധിക്കുമ്പോൾ 15 മണ്ഡലങ്ങളിൽ 15 സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ ചിലതാണ് ഞാൻ പറഞ്ഞത്. അതിൽ സാമ്പിളിന് വേണ്ടി ഒരാളുടെ പേര് മാത്രം നമുക്ക് എടുത്തുനിന്ന് മാറ്റാം. പൂഞ്ഞാറിൽ PC ജോർജ്, NDA സ്ഥാനാർത്ഥി PC ജോർജ് വിജയിച്ചു എന്നൊരു വാർത്ത വരികയാണ്. നമ്മൾ ഞെട്ടുമോ ഞെട്ടില്ലയോ എന്നതാണ് എന്റെ ചോദ്യം. PC ജോർജിന് പൂഞ്ഞാറിൽ നല്ല വേരോട്ടമുണ്ട്, പൂഞ്ഞാറിൽ ജലസമ്മതി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നല്ല ബോധ്യമുള്ളതാണ്. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കൊക്കെ അറിയാം തന്നെ പൂഞ്ഞാറ് PC ജോർജിന്റെ മണ്ഡലമാണ്. അദ്ദേഹം അവിടെ മാറി മാറി ജയിച്ചിട്ടുണ്ട്. പൂഞ്ഞാറിൽ PC ജോർജ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായി ഇലക്ഷനിൽ നിന്ന് ഇക്കുറി വിജയിക്കുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും സംശയം നമുക്ക് ഉണ്ടാകുന്നു? മറ്റ് മുന്നണി സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് BJP സ്ഥാനാർത്ഥിയായ PC ജോർജ് വിജയിക്കുന്നു എന്നിരിക്കട്ടെ. നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംശയിക്കുന്നു? ഒരിക്കലും സംശയിക്കില്ല. കാരണം എന്താണ്? PC ജോർജ് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തിരുവനന്തപുരത്ത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർജി വിജയിച്ചു എന്നിരിക്കട്ടെ. V ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുന്നു. നമ്മൾ എന്ത് കരുതും? രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയത്തിൽ ആരെങ്കിലും അതിശയം കൊള്ളുമോ? രാജഗോപാൽ അവിടെ വിജയിച്ചിട്ടുണ്ട്. പോരാത്തതിന് തിരുവനന്തപുരം നഗരസഭ ഇപ്പോൾ BJPയുടെ കയ്യിലാണ്. നേമം മണ്ഡലത്തിൽ BJPക്ക് നല്ല വേരോട്ടമുണ്ട്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നിങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നിരത്തി രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയവും സ്വാഭാവികമാണെന്ന് നമ്മൾ വിധി എഴുതും. അവിടെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാര്യം നമ്മൾ മറന്നുപോകും. ഈ ശോഭാ സുരേന്ദ്രൻ പാലക്കാട്, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രന്റെ കഥ കൂടി പറയാം. K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് വളരെ തലനാരിഴയ്ക്കൊക്കെയാണ് തോറ്റുപോയിട്ടുള്ളത് 2 തവണയും. അപ്പോൾ ഈ 2 തവണ K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തോറ്റു. 3-ാം തവണ നമ്മളുടെ നേമത്ത് രാജഗോപാൽ ജയിക്കുന്നതിന് മുന്നേ BJP പറഞ്ഞത് ഇക്കുറിയെങ്കിലും രാജേട്ടനെ വിജയിപ്പിക്കണം, അദ്ദേഹത്തിന് ഇത്രയധികം പ്രായമായില്ലേ എന്നൊക്കെ. സുരേന്ദ്രന്റെ കാര്യത്തിൽ പ്രായത്തിന്റെ കാര്യം വിട്ടുകളയും. പക്ഷെ 2 തവണയും അദ്ദേഹം ജയത്തിന്റെ തൊട്ടടുത്തെത്തി പരാജയപ്പെട്ടു പോയി. ഇക്കുറി സുരേന്ദ്രനെ വിജയിപ്പിച്ചുകൂടെ, ഇക്കുറി നിങ്ങളുടെ വോട്ട് താമരയ്ക്കായിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവിടെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. സുരേന്ദ്രൻ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിശയം ഉണ്ടാകുമോ? അതൊരു അട്ടിമറിയാണ് എന്ന് പറയുന്നു? ഇല്ല. സുരേന്ദ്രൻ അവിടെ കാലങ്ങളായി മത്സരിക്കുന്നു. അവിടുത്തെ ജനങ്ങളെ അറിയാം. 2 തവണ ജനങ്ങൾ തോൽപ്പിച്ചു. 3-ാം തവണ നിന്നപ്പോൾ ജയിപ്പിക്കാൻ തോന്നി ജയിപ്പിച്ചു. ഇത് സാധ്യമായാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ നമ്മൾ ആരെങ്കിലും പരിഹസിക്കുമോ അല്ലെങ്കിൽ സംശയിക്കുമോ? ഇല്ല. അങ്ങനെ 15ഓളം സ്ഥാനാർത്ഥികൾ കേരളത്തിൽ നിൽക്കുന്നുണ്ട്. BB ഗോപകുമാർ ചാത്തന്നൂർ വളരെ ജനസമ്മതനാണ്. SNDP യൂണിയന്റെ താലൂക്ക് യൂണിയൻ ജനറൽ സെക്രട്ടറി ഒക്കെയാണ്. അവിടെ
രണ്ടു തവണ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എന്താണ് ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു, ഹെഡ് മാസ്റ്റർ ഒക്കെ ആയിരുന്നു. അപ്പോ അദ്ദേഹത്തിന് നല്ല ജനസമ്മതിയുണ്ട്. ബി ബി ഗോപകുമാർ ജയിച്ച കാര്യങ്ങൾ അതിശയം പ്രകടിപ്പിക്കുന്നു. 2 തവണ നിങ്ങൾ തോപ്പിച്ചു, 3-ാം തവണ നിങ്ങൾ തന്നെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 15ഓളം സ്ഥലങ്ങളിൽ ഈ BJP സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നൊരു സ്ഥിതി കേരളത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാര്യം നമുക്ക് എടുത്ത് അത്രത്തോളം വിശ്വാസ്യതൊന്നും പറയാൻ കഴിയില്ല. ഈ മെഷീൻ ഹാക്ക് ചെയ്യപ്പെടാം. അതുപോലെ തന്നെ ഇതിന്റെ പരിമിതികളെ കുറിച്ച് പറയുന്ന ആളുകൾ പറയുന്നുണ്ട്. നമുക്ക് നേരിട്ട് പരിചയമൊന്നും ഇല്ലെങ്കിലും ഹാക്ക് ചെയ്യപ്പെടാം. അതുപോലെ തന്നെ നേരത്തെ തന്നെ പ്രീസെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ അല്ലെങ്കിൽ പോരായ്മകൾ EVM-ലുണ്ട്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ 15 മണ്ഡലങ്ങളിലും BJP കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയോ അല്ലെങ്കിൽ വോട്ട് ശതമാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ന്യായമായും സംശയമുണ്ടാകും EVM ചതിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ ഇടതുമുന്നണിയുടെയും വലതുമുന്നണിയെ പോട്ടെ, വലതുമുന്നണി ഒരിക്കലും ഇത്തരം പരിശോധനകൾക്കൊന്നും നിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയൊക്കെ ഇതിനു വേണ്ടിയൊക്കെ മുറവിളി ഇലക്ഷന് മുന്നേ കൂട്ടുമായിരുന്നു. ഇവിടെ ഉള്ള ഇൻബൂത്ത് ഏജന്റുമാരൊക്കെ ശ്രദ്ധിക്കുക, ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ധാരാളം തവണ പരിശോധിച്ച് ഉറപ്പ് വരുത്തുക ഇതിനകത്ത് കള്ള വോട്ടൊന്നും ആരും ചെയ്തിട്ടില്ല എന്ന്. അല്ലെങ്കിൽ കുത്തുന്നത് കൈക്ക് കുത്തിയാലും കാലിന് കുത്തിയാലും ചെരുപ്പിന് കുത്തിയാലും സൈക്കിളിന് കുത്തിയാലും എല്ലാം ചെന്ന് വീഴുന്നത് നേരെ താമര പാർട്ടിക്കായിരിക്കും എന്ന ഒരു വലിയ ഗതികേട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ 15 മണ്ഡലങ്ങളിലെങ്കിലും അത് കരുതിയിരിക്കുക എന്ന് മാത്രം.